നമസ്കാരം. TCV പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊതുക് വളർത്തു കേന്ദ്രമായി തിരൂർ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു ബ്ലോക്ക് കെട്ടിടത്തിന് പിന്നിലായി മലിനജലം കെട്ടിക്കിടന്ന വലിയ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്നു. തിരൂരിൽ അപകടമുണ്ടാക്കിയ കാറിൽ കണ്ടെത്തിയത് 15 ലക്ഷം രൂപയുടെ മാരക മയക്കുമരുന്ന്. MDMA അടക്കം അതിമാരക മയക്കുമരുന്നുമായി കാസർഗോഡ് സ്വദേശി അൻസാർ അറസ്റ്റിൽ. കാടാമ്പുഴയിൽ പൂർണ്ണ ഗർഭിണിയെ കഴുത്ത് നെരിച്ചു കൊന്ന പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം. ജീവപര്യന്തത്തിന് പുറമെ 15 വർഷം തടവും 2,75,000 രൂപ പിഴയടക്കാനും കോടതി വിധിച്ചു. +1 രണ്ടാം ഘട്ട അലോട്ട്മെന്റിലും ഫുൾ A+കാർക്ക് സീറ്റില്ല. മുഴുവൻ A+കാരും മിക്കതും പുറത്തു തന്നെ. മെറിറ്റ് വിഭാഗത്തിൽ അവശേഷിക്കുന്ന 655 സീറ്റുകൾ. കേരളത്തിൽ ആശങ്കയുടെ കോവിഡ് കണക്കുകൾ കുറഞ്ഞു വരുന്നു. 12,616 പേർക്ക് രോഗബാധ. മലപ്പുറം ജില്ലയിൽ 931 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. കൊതുക് വളർത്തു കേന്ദ്രമായി തിരൂർ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു ബ്ലോക്ക് കെട്ടിടത്തിന് പിന്നിലായി മലിനജലം കെട്ടിക്കിടന്ന വലിയ ആരോഗ്യ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. നവജാത ശിശുക്കളും ഗർഭിണികളുമാണ് ബ്ലോക്കിൽ കഴിയുന്നത്. തിരൂർ ജില്ലാ ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും ബ്ലോക്കിന് പിൻവശത്തെ കാഴ്ചയാണിത്. ആശുപത്രിയിലെ എല്ലാ മലിനജലവും ഇവിടെ വന്ന് കെട്ടിക്കിടക്കുന്നു. കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നു. എന്നാൽ അതീവ ശ്രദ്ധ വേണ്ട നവജാത ശിശുക്കളും അമ്മമാരും കിടക്കുന്ന കെട്ടിടമായിട്ട് പോലും അധികാരികൾ വേണ്ട ശ്രദ്ധ ഇവിടേക്ക് നൽകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. പലതവണ പരാതിപ്പെട്ടിട്ടും അധികാരികൾ ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. പലതവണ മാധ്യമങ്ങളും ഇക്കാര്യം വാർത്തയാക്കിയിട്ട് പോലും മലിനജല പ്രശ്നം പരിഹരിക്കാൻ വേണ്ട യാതൊരു ഇടപെടലുകളും അധികൃതർ നടത്തിയിട്ടുമില്ല. മുൻപൊരിക്കൽ നേരിട്ട് ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ആശുപത്രിയിൽ നേരിട്ടെത്തി പരിശോധിക്കുകയും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ എടുക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ അതൊക്കെ പഴഞ്ചൊല്ലിൽ പറഞ്ഞതുപോലെ കുറുപ്പിന്റെ ഉറപ്പായി അവിടെ തന്നെ അതുപോലെ കിടപ്പുണ്ട്. മാറ്റമില്ലാത്തത് മാറ്റമെന്ന വാക്കിന് മാത്രമാണല്ലോ. പ്രശ്നം രൂക്ഷമാകുമ്പോഴെല്ലാം ഒരു സന്ദർശനം നടത്തി പോകുമെന്നല്ലാതെ വെള്ളക്കെട്ടിന് പരിഹാരം മാത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. മാതൃശിശു ആശുപത്രി കെട്ടിടത്തിന് തൊട്ടു താഴെ പാർക്കിങ്ങിനായി ഉണ്ടാക്കിയ സ്ഥലത്താണ് വെള്ളക്കെട്ട്. മലിനജലത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകി കൊതുക് ശല്യവും രൂക്ഷമാണ്. വൈകുന്നേരമാകുന്നതോടെ ശല്യം രൂക്ഷമാകും. ആൾ വലിപ്പമുള്ള കൊതുകുകൾ മൂലം അമ്മമാരും കുഞ്ഞുങ്ങളും കൂട്ടിരിപ്പുകാരും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുമുണ്ട്. തിരൂരിൽ അപകടമുണ്ടാക്കിയ കാറിൽ കണ്ടെത്തിയത് 15 ലക്ഷം രൂപയുടെ മാരക മയക്കുമരുന്ന്. MDMA അടക്കം അതിമാരക മയക്കുമരുന്നുമായി യുവാവ് തിരൂരിൽ പിടിയിൽ. കാസർഗോഡ് സ്വദേശി അൻസാറാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച രാവിലെ ബൈക്കിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് MDMAയും ആശിഷ് ഓയിലും അടക്കമുള്ള മയക്കുമരുന്നുകൾ കണ്ടെടുത്തത്. തലക്കടത്തൂർ സലീമ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നും അരീക്കാട് റോഡിലാണ് അപകടമുണ്ടാകും വിധം ഓടിച്ചു വന്ന കാർ തലക്കടത്തൂർ സ്വദേശിയുടെ ബൈക്കിലിടിച്ചത്. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് കാർ പരിശോധിച്ചപ്പോഴാണ് കാറിൽ ഒളിപ്പിച്ചിരുന്ന നിരോധിത മയക്കുമരുന്നുകളായ ആശിഷ് ഓയിൽ, MDMA എന്നിവ കണ്ടെടുത്തത്. പിടിക്കപ്പെട്ട മയക്കുമരുന്നുകൾക്ക് വിപണിയിൽ 15 ലക്ഷം രൂപ വില മതിക്കുമെന്ന് പോലീസ് പറഞ്ഞു. കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശി അൻസാറാണ് കാർ ഓടിച്ചിരുന്നത്. അൻസാറിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ആർക്ക് വിൽപ്പന നടത്താൻ കൊണ്ടുവന്നതാണെന്നും അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരൂർ സബ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത, ASI പ്രവീൺ, SCPO മുഹമ്മദ് കുട്ടി, CPO ജോൺ ബോസ്കോ, രഞ്ജിത്ത്, അനീഷ് എന്നിവരുൾപ്പെട്ട പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. താനാളൂരിൽ കൊപ്രാക്കളത്തിലുണ്ടായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം. താനാളൂർ ബൈപ്പാസിൽ വില്ലേജ് ഓഫീസിന് എതിർവശത്തെ കൊപ്രാക്കളത്തിലാണ് തീപിടിച്ചത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. 15,000 രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി കണക്കുകൂട്ടുന്നു. താനാളൂർ ബൈപ്പാസിൽ വില്ലേജ് ഓഫീസിന് എതിർവശത്തെ തേങ്ങാക്കളത്തിലാണ് തീപിടുത്തമുണ്ടായത്. നാട്ടുകാരും താനൂർ ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. ഏകദേശം 15,000 രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. താനാളൂർ കോട്ടുമൽ കോയയുടെ തേങ്ങാകളത്തിലാണ് തീപിടുത്തമുണ്ടായത്. തേങ്ങാകളത്തിലെ 700ഓളം തേങ്ങ കത്തി നശിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. താനൂർ ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ MH അബ്ദുസലാം, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജയരാജൻ, മറ്റു ഓഫീസർമാരായ നൂറി ഹിലാൽ, അൻവർ സാദിക്ക, വിജയ് ശീലൻ, ഫസലുർ റഹ്മാൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. തിരൂരിൽ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി അജ്ഞാത വാഹനം റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ഹോണ്ട സിവിക് കാറാണ് 22 ദിവസത്തോളമായി ഉടമസ്ഥൻ തിരിഞ്ഞു നോക്കാതെ റോഡരികിൽ കിടക്കുന്നത്. തിരൂർ ഏഴൂർ ബാവാഹാജി പടിയിലാണ് കാർ ഉള്ളത്. മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ഹോണ്ട സിവിക് MH11Y 9744 എന്ന കാറാണ് ദിവസങ്ങളോളമായി റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്നത്. തിരൂർ ഏഴൂർ ബാവാഹാജിപ്പടിയിലാണ് അജ്ഞാത വാഹനം കിടക്കുന്നത്.
22 ദിവസത്തോളമായി വാഹനം ഇതേ രീതിയിൽ കിടക്കുകയാണ്. ഉടമസ്ഥൻ തിരിഞ്ഞു നോക്കാതെ അജ്ഞാത വാഹനം കിടക്കുന്നതിനാൽ പ്രദേശവാസികൾ ഏറെ ഭീതിയിലാണ്. ഈ ദൃശ്യത്തിൽ കാണുന്ന വാഹനം കഴിഞ്ഞ മാസം സെപ്റ്റംബർ 14-ാം തീയതി റോഡരികിൽ നിർത്തിയിട്ട രീതിയിലാണ് കാണുവാൻ സാധിച്ചത്. 3 ആഴ്ച പിന്നിട്ടപ്പോഴും ആ വാഹനത്തിൻ്റെ ഉടമസ്ഥരോ അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട ആളുകളോ ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത രീതിയിലാണ് ഇപ്പോഴും അത് ഈ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറ്റകൃത്യങ്ങൾ നിത്യേന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള വാഹനത്തിന് ഉടമസ്ഥരില്ലാതെ കഴിഞ്ഞ 22 ദിവസത്തിലധികമായിക്കൊണ്ട് നിർത്തിയിട്ട വാഹനത്തിൽ അതിൻ്റെ പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടോ എന്ന് നാട്ടുകാർ സംശയിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഈ വാഹനങ്ങൾ നിർത്തിയിട്ട് പോയ ഈ കാര്യത്തിൽ അതിൻ്റെ ഉടമസ്ഥരെ കണ്ടെത്തി അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ സത്യങ്ങൾ എന്താണ് എന്നുള്ളത് അറിയാൻ നാട്ടുകാർ ആഗ്രഹിക്കുകയാണ്. അധികാരികൾ ഇതിൻ്റെ ഉടമസ്ഥരെ കണ്ടെത്തിക്കൊണ്ട് ഏത് സാഹചര്യത്തിലാണ് ആ വണ്ടികൾ ഇത്രയും 3 ആഴ്ച പിന്നിട്ടിട്ടും എടുത്തു കൊണ്ടുപോകാനോ അന്വേഷിക്കാനോ വരാത്തതിലുള്ള സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നാണ് നാട്ടുകാർക്ക് അഭിപ്രായപ്പെടാനുള്ളത്. പ്രദേശവാസികൾ പോലീസിൽ വിവരമറിയിച്ചെങ്കിലും പോലീസ് കൃത്യമായ അന്വേഷിച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനം ആരെങ്കിലും ഉപേക്ഷിച്ചു പോയതാണോ ഏതെങ്കിലും തരത്തിലുള്ള കേസിൽപ്പെട്ടതോ ആണെന്ന ഭീതിയിലാണ് നാട്ടുകാർ. ജനാധിപത്യ ഇന്ത്യൻ ഫാസിസ്റ്റ് നയങ്ങൾ ഇനിയും തിരുത്താൻ തയ്യാറല്ലാത്ത കേന്ദ്ര ഭരണത്തിനെതിരെ SDPI ദേശീയ തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായി SDPI തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി തിരൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജനാധിപത്യ ഇന്ത്യയിൽ ഫാസിസ്റ്റ് നയങ്ങൾ ഇനിയും തിരുത്താൻ തയ്യാറല്ലാത്ത കേന്ദ്ര ഭരണത്തിനെതിരെ SDPI ദേശീയ തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായി SDPI തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി തിരൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനം താഴെപ്പാലം ബൈപ്പാസിൽ നിന്ന് ആരംഭിച്ച തിരൂർ നഗരം ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. സമാപന പരിപാടിയിൽ SDPI തിരൂർ മണ്ഡലം സെക്രട്ടറി നജീബ് തിരൂർ, മുനിസിപ്പൽ പ്രസിഡന്റ് ഹംസ അന്നാര, ഇബ്രാഹിം പൂത്തോട്ടത്തിൽ, ഷാഫി സബ്ക എന്നിവർ സംസാരിച്ചു. ഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രംഗ് 2021 ഓൺലൈൻ കലോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഭിന്നശേഷിക്കാർക്കിടയിലെ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും വാണിയന്നൂർ AUP സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച രാഗ് 2021 ഓൺലൈൻ കലോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചെറുമണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബൈർ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ നടത്തിയ ഒട്ടേറെ നന്മയേറുന്ന പ്രവർത്തനങ്ങളുണ്ട്. അതിലേറ്റവും കനം തൂങ്ങുന്ന ഒരു പ്രവർത്തനമായി, ബൃഹത്തായ ഒരു പ്രവർത്തനമായി ഈ ഒരു പരിപാടിയെയും ഞാൻ കാണുകയാണ്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ IV സമദ, റജീന സുലൈമാൻ, CDS ചെയർപേഴ്സൺ ഷംസുന്നിസ, PTA പ്രസിഡന്റ് സുലൈഖ ബി, പ്രിൻസി തുടങ്ങിയവർ സംസാരിച്ചു. ഷഹൽ, നവാസ്, ഷെരീഫ്, റിഫായി എന്നിവർ നേതൃത്വം നൽകി. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും കർഷകരെ കൊന്നൊടുക്കുകയും ധിക്കാരം തുടരുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ UP സർക്കാരിന്റെയും സമീപനത്തിൽ പ്രതിഷേധിച്ചും താനൂർ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് താനൂരിൽ പ്രതിഷേധ ചൂട് സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും കർഷകരെ കൊന്നൊടുക്കുകയും ധിക്കാരം തുടരുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ UP സർക്കാരിന്റെയും സമീപനത്തിൽ പ്രതിഷേധിച്ചും താനൂർ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് താനൂരിൽ പ്രതിഷേധ ചൂട് സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി, താനൂർ മുനിസിപ്പൽ ചെയർമാൻ PP ഷംസുദ്ദീൻ, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് മോര്യ, മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് AM യൂസഫ്, ജനറൽ സെക്രട്ടറി അൻവർ സാദത്ത, AP സൈദലവി, K സലാം, MP നിസാം തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. കാടാമ്പുഴയിൽ പൂർണ്ണ ഗർഭിണിയെ കഴുത്ത് നെരിച്ചു കൊന്ന പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. ജീവപര്യന്തത്തിന് പുറമെ 15 വർഷം തടവും അനുഭവിക്കണം. 2,75,000 രൂപ പിഴ അടക്കാനും കോടതി വിധിച്ചു. മഞ്ചേരി അഡീഷണൽ സെഷൻ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മഞ്ചേരി അഡീഷണൽ സെഷൻ കോടതിയുടേതാണ് വിധി. കൊല്ലപ്പെട്ട സ്ത്രീയും കുട്ടിയും താമസിച്ചിരുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയതിന് 5 വർഷം തടവും 25,000 രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്.
ഗർഭിണിയായ യുവതിയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് ജീവപര്യന്തവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി തടവ് അനുഭവിക്കണം. 7 വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തിയതിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി ജയിലിൽ കിടക്കേണ്ടി വരും. ഗർഭസ്ഥ ശിശുവിനെ കൊലപ്പെടുത്തിയതിന് 10 വർഷം തടവും പ്രതി അനുഭവിക്കണം. 2017-22 കേസിനാസ്പദമായ സംഭവം. കാടാമ്പുഴ സ്വദേശി ഉമ്മുസൽമയും മകൻ ദിൽഷാദുമാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെടുമ്പോൾ 10 മാസം ഗർഭിണിയായിരുന്നു ഉമ്മുസൽമ. യുവതിയുമായി അടുപ്പത്തിലായിരുന്ന പ്രതി സംഭവ ദിവസം വീട്ടിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ഉമ്മുസൽമ എന്ന് പറയുന്ന പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ കൊന്നതിന് ജീവപര്യന്തം 1 ലക്ഷം രൂപ ഫൈനും. ഫൈൻ അടച്ചിട്ടില്ലെങ്കിൽ 1 വർഷം കൂടുതൽ തടവനുഭവിക്കണം. ദിൽഷാദ് എന്ന് പറയുന്ന 7 വയസ്സായ കുട്ടിയെ കൊലപ്പെടുത്തിയതിന് ഒരു ലൈഫ് ഇംപ്രിസൺമെൻറ്റും 1 ലക്ഷം രൂപ ഫൈനും. ഫൈൻ അടച്ചിട്ടില്ലെങ്കിൽ 1 വർഷം കൂടി അധിക തടവ് അനുവദിക്കണം. ഈ ക്വിക്ക് ബോൺ ബേബിയെ കൊലപ്പെടുത്തിയതിന് 10 വർഷം പ്രതി അനുഭവിക്കണം. ഈ 10 വർഷം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റാണ്. ഈ 2 ലൈഫിലും പെടുന്നില്ല. എന്ന് വെച്ചാൽ ഒരു മനുഷ്യ ആയുസ്സിൽ അനുഭവിച്ച് തീർക്കാവുന്ന ശിക്ഷ അല്ലാതെ അതിനപ്പുറത്താണ്. എന്ന് വെച്ചാൽ ജുഡീഷ്യറിയും കോടതിയും ഇത് നിരീക്ഷിക്കുന്നത് വളരെ ഗൗരവമായിട്ടാണ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഈ സമൂഹത്തിൽ ഇത്തരം പ്രതികൾക്കുള്ള ശക്തമായിട്ടുള്ള ഒരു മെസ്സേജാണ് കോടതിയുടെ വിധി. കോടതിയും ജുഡീഷ്യറി എന്ന് പറയുന്ന സംവിധാനം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജാണ് സമൂഹത്തിന് ഈ വിധിയിലൂടെ വന്നിട്ടുള്ളത്. മലയാള സർവകലാശാല ഭൂമി കുംഭകോണം കായിക മന്ത്രി വി അബ്ദുറഹിമാന്റെ അറിവോടെയാണെന്നും മന്ത്രി രാജിവെക്കണമെന്നും യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബു ആവശ്യപ്പെട്ടു. താനൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളം സർവകലാശാല ഭൂമി കുംഭകോണം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാന്റെ അറിവോടെയാണെന്നും മന്ത്രി രാജിവെക്കണമെന്നും യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബു ആവശ്യപ്പെട്ടു. താനൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താനൂരിലെ ജനപ്രതിനിധി ഇങ്ങനെ ഒരു കച്ചവടത്തിന് മുതിരുമ്പോ ആ കച്ചവടത്തിന്റെ സ്വാഗതം പറയുമ്പോ താനൂരിലെ ജനപ്രതിനിധി സ്വാഗതം പറയുമ്പോ ഈ ഭൂമി കച്ചവടത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് തിരൂരിലെ ഇടതുപക്ഷ സുഹൃത്തുക്കളെ നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഗഫൂർ പി ലില്ലീസാണ്. ഈ ഭൂമി കച്ചവടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ബഹുമാന്യനായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീലാണ് ഈ കുംഭകോണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നുകൂടി ചേർത്ത് വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ മന്ത്രിയുടെ ഗതിവേഗമുള്ള കാറിന്റെ അലങ്കാരത്തിന്റെയും ആഡംബരത്തിന്റെയും ഇടയിൽ താനൂരിലെ ജനങ്ങൾക്ക് വേണ്ടി മുസ്ലിം യൂത്ത് ലീഗ് ഈ സമരപന്തലിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ള ധാർമ്മികമായ അവകാശമുണ്ട്. ആ അവകാശത്തിൽ നിന്നാണ് ഞങ്ങൾ ഇത് സംസാരിക്കുന്നത്. എം യൂസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടുത്ത കാലത്തായി എങ്ങനെയെങ്കിലും വിജയമുണ്ടാക്കാൻ വേണ്ടി അന്വേഷിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയക്കാർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ പര്യായ പദങ്ങളാണല്ലോ ലില്ലീസ് ഗഫൂർ, അതിന്റെ പര്യായ പദങ്ങളാണല്ലോ നിലമ്പൂരിലെ അൻവർ, അതിന്റെ പര്യായ പദങ്ങളാണല്ലോ സാമ്പത്തികമായി വലിയ റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് കടന്നു വന്നപ്പോ ഞാൻ താരം മുതലാളിയായി മാറിയതിന്റെ മുങ്കിൽ തന്റെ പ്രസ്ഥാനത്തോട് പോലും വിടചൊല്ലി ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ധ്വംസിക്കാൻ തന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് താനൂർ പിടിക്കാൻ പരിശ്രമം നടത്തിയിട്ടുള്ള അബ്ദുറഹ്മാനും സംഘവും എം പി അഷ്റഫ്, ടി പി എം അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് പി പി ആരിഫ്, അഡ്വക്കേറ്റ് കെ പി സൈദലവി, ഇ പി കുഞ്ഞാവ, പി പി ഷംസുദ്ദീൻ, എം കെ അൻവർ സാദത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. നിർധന കുടുംബത്തിന് മംഗലം UAE KMCCയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനം പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. മംഗലം UAE KMCCയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. നിരവധി ആളുകളുടെ സ്വദേശത്തുള്ള ആളുകളുടെയൊക്കെ സാമ്പത്തിക സഹായങ്ങൾ കൊണ്ട് KMCCയുടെയും മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് പാവപ്പെട്ട ഒരു കുടുംബത്തിന് നല്ലൊരു ഭവനം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്ക് നിർമ്മിച്ചു നൽകാൻ കഴിയും. വളരെ പുണ്യമാക്കപ്പെട്ട ഒന്നാണ്.
ആ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് പക്ഷേ ഇത്തരം ഒരു സ്വപ്ന പദ്ധതിയായിരിക്കും. അവർക്കൊരു പക്ഷേ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഭവനമാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ എല്ലാ ആളുകളും അതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടിയൊക്കെ സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ഇരുപത്തില്ല. തുടർന്ന് നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം അബ്ദുള്ളക്കുട്ടി, മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി, തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, KMCC നേതാക്കളായ ഹംസക്കുട്ടി കഞ്ഞിക്കോത്ത്, PV നിസ്താർ ചേന്നര, ഫൈസൽ KV, അമീൻ PK, ബഷീർ കാവുങ്ങൽ, R നവാസ്, സക്കീർ TK, ഷാനവാസ് അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഫാത്തിമക്കുട്ടി, വാർഡ് മെമ്പർ സുബൈദ സഹീർ, പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് PP സെയ്താലു, VP മൊയ്തീൻ കോയ, സ്വാലി തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. 2021 മാർച്ച് 19 പ്രവൃത്തി ആരംഭിച്ച ചുരുങ്ങിയ മാസം കൊണ്ടാണ് 12 ലക്ഷം രൂപ ചെലവിൽ കാരുണ്യഭവനം നിർമ്മിച്ചു നൽകിയത്. ഒരുപാടേറെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഇവിടെ UAE മംഗലം KMCC എന്ന് പറയുന്ന UAE ബേസ് ആയിട്ടുള്ള ഒരു മംഗലം മേഖല കമ്മിറ്റിയാണ് ഈ ബൈത്തുർ റഹ്മാൻ നമ്മുടെ മൊയ്തീൻകുട്ടികൾക്കും കുടുംബത്തിനും ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 6 മാസക്കാലം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബൈത്തുർ റഹ്മാൻ നിർമ്മിച്ചു കൊടുത്തത്. അതിനുവേണ്ടി സഹായിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. UAEയിലുള്ളവർ മാത്രമല്ല, ഇവിടെ നാട്ടിലുള്ളവരും ഇതിനുവേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എല്ലാം ഒരുപാട് നന്ദിയോടെ തന്നെ ഞങ്ങൾ ഓർക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്കും നിങ്ങൾക്കും നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്ന് ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് 2ാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ +1 സീറ്റ് ക്ഷാമം തുടരുന്നു. ഇഷ്ടവിഷയം കിട്ടാതെ 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്താണ്. സംസ്ഥാനത്തെ +1 സീറ്റിന്റെ 2ാം ഘട്ട അലോട്ട്മെന്റ് തീർന്നപ്പോഴും സീറ്റുകൾക്ക് ക്ഷാമം അതിരൂക്ഷമാണ്. ഇനി ബാക്കിയുള്ളത് 655 മെറിറ്റ് സീറ്റുകൾ മാത്രമാണ്. എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ കുട്ടികൾ പോലും ഇപ്പോഴും പുറത്തു തന്നെ. ഇവർ വൻ തുക കൊടുത്ത് മാനേജ്മെന്റ് കോട്ടയെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. അലോട്ട്മെന്റ് തീർന്നാൽ സീറ്റ് മിച്ചം വരുമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ മിടുക്കരായവർ പോലും ഇപ്പോഴും പുറത്തു നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. +1 പ്രവേശനത്തിനായി അപേക്ഷിച്ചത് 4,60,219 പേരാണ്. 2 അലോട്ട്മെന്റ് തീർന്നപ്പോൾ പ്രവേശനം കിട്ടിയത് 2,70,188 പേർക്ക് മാത്രം. മെറിറ്റ് സീറ്റിൽ ഇനി ബാക്കിയുള്ളത് 655 സീറ്റ്. കമ്മ്യൂണിറ്റി കോട്ടയിൽ 26,000 സീറ്റ് ഇനിയുമുണ്ട്. മാനേജ്മെന്റ് കോട്ടയിലുള്ളത് 45,000 സീറ്റ്. മാനേജ്മെന്റ് കോട്ടയിൽ പ്രവേശനത്തിന് പക്ഷേ വൻ തുക ഫീസ് നൽകേണ്ടി വരും. അല്ലെങ്കിൽ അൺഎയ്ഡഡ് മേഖലയിലേക്ക് കുട്ടികൾ മാറേണ്ടി വരും. മാനേജ്മെന്റ് കോട്ടയും അൺഎയ്ഡഡും ചേർത്താൽ പോലും അപേക്ഷിച്ചവർക്ക് മുഴുവൻ സീറ്റ് കിട്ടാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. അൺഎയ്ഡഡിൽ സർക്കാർ എയ്ഡഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വലിയ താല്പര്യം കാണാറില്ല. കഴിഞ്ഞ വർഷവും ഈ മേഖലയിൽ 20,000-ഓളം സീറ്റുകൾ ഒഴിവുണ്ടായിരുന്നു. 2ാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോഴും മിടുക്കന്മാർ പുറത്താണ് എന്നതാണ് കണക്കുകൾ പറയുന്നത്. ചമ്രവട്ടം പാതയിലെ തകർന്ന ഭാഗങ്ങൾ ഉടൻ ശരിയാക്കണമെന്നാവശ്യപ്പെട്ട തൃപ്രങ്ങോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് M അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ചമ്രോട്ടം പാതയിൽ ആലത്തിയൂർ ഭാഗത്തെ റോഡിന്റെ തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് തൃപ്രങ്ങോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് M അബ്ദുള്ളക്കുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജനപ്രതിനിധി അദ്ദേഹത്തിന് വേറെ കുറെ ജോലികളാണ് MLA എന്ന നിലക്കുള്ള ജോലിയല്ല അദ്ദേഹം എടുക്കുന്നത്. അദ്ദേഹം ഒരു സാഡിസ്റ്റായി എതിരാളികൾക്കെതിരായി എന്തെല്ലാം തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു നാശകാരിയായി ഈ രാജ്യത്ത് പ്രവർത്തിക്കുകയാണ്. താൻ പ്രതിദാനം ചെയ്യുന്ന നിയോജക മണ്ഡലത്തിന്റെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ അതിന്റെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് പരിഗണിക്കുന്നതിൽ MLA ഈ കാലം അത്രയും പരാജയപ്പെട്ട വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ സുപ്രധാനമായ ഒരു ഹൈവേ, ആ ഹൈവേയിൽ ഇത്രമാത്രം ഗർത്തങ്ങൾ വന്നിട്ടും MLAയുടെ യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും അതിനുണ്ടായില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ജനങ്ങളോട് യാതൊരു തരത്തിലുമുള്ള ഉത്തരവാദിത്തമില്ല എന്ന ബോധ്യപ്പെടുത്തലാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. M മുസ്തഫ ഹാജി അധ്യക്ഷനായിരുന്നു. താവന്നൂർ മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി RK ഹമീദ്, മുജീബ് പുളക്കൽ, NA ബാബ ഹാജി, VP ഹംസ, A അലിക്കുട്ടി, നാസിക് ആലത്തിയൂർ, സലീം അന്തരത്തിൽ, PK അലിമോൻ, PK റസാഖ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. MLAക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന കോൺട്രാക്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുകയാണ്, ഈ റോഡിന്റെ വർക്ക് ഇന്ന് തുടങ്ങിയാൽ അത് ഇനി ഒരു തവണ പോലും നിർത്തിവെക്കാൻ ഞങ്ങൾ അനുവദിക്കയില്ല. ഞങ്ങള് ഈ റോഡിന്റെ പണി പൂർണ്ണമായിക്കൊണ്ട് വളരെ സുന്ദരമായ റോഡ് പണി പൂർത്തിയാക്കാതെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ വിശ്രമിക്കില്ല. ഓരോ നിമിഷവും ഈ റോഡിന്റെ നിർമ്മാണ പുരോഗതി ഞങ്ങൾ നോക്കി നിൽക്കും. എന്നിട്ട്
നിങ്ങളെ പണിയിടക്ക് വെച്ച് നിർത്തിപ്പോവുകയാണെങ്കിൽ ശക്തമായ ജനാധിപത്യപരമായ പ്രക്ഷോഭത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വരും. OP അംസക്കുട്ടി, TP സലാം, KP ഷംസുദ്ദീൻ, അലി തുമ്പിൽ, KK കുഞ്ഞുമോൻ, KP മുജീബ്, അയ്യൂബ് ആലുക്കൽ, നാസർ മുളന്തല, ചമ്മല മുറാദ്, ഷാഫി കുന്നത്ത്, വാസി തുടങ്ങിയവർ നേതൃത്വം നൽകി. CPIM പുറത്തൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലേക്ക് രക്തം നൽകി. CPM പുറത്തൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തിരൂർ ജില്ലാ ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിലേക്ക് ആവശ്യമായ രക്തം നൽകിയത്. 25 അംഗങ്ങളാണ് രക്തം നൽകിയത്. ഒക്ടോബർ 10-ന് CPIM പുറത്തൂർ ഈസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായാണ് രക്തം ദാനം നൽകിയത്. CPIMന്റെ 23ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി അതിൻ്റെ ബ്രാഞ്ച് തലം മുതലുള്ള സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഈ വരുന്ന 10-ാം തീയതി പുറത്തൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ലോക്കൽ സമ്മേളനം പുറത്തൂർ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഒരു അനുബന്ധ പരിപാടി എന്നുള്ള നിലക്കാണ്. അതുപോലെ തന്നെ ഒരുപാട് രോഗികൾ ആശ്രയിക്കുന്ന തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് രക്തം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രക്തദാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലെയുള്ള ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. സുദേവൻ മാസ്റ്റർ, സാദിഖ്, രമേശ് KP, രാജേഷ് അത്താണി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് നിന്ന് 12,616 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 98,782 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്ത് നിന്ന് 12,616 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളം 1932, തിരുവനന്തപുരം 1703, കോഴിക്കോട് 1265, തൃശൂർ 1110, മലപ്പുറം 931, കൊല്ലം 869, കോട്ടയം 840, പത്തനംതിട്ട 766, കണ്ണൂർ 698, ഇടുക്കി 656, പാലക്കാട് 634, ആലപ്പുഴ 569, വയനാട് 440, കാസർഗോഡ് 203 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 98,782 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 134 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 25,811 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 49 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 12,018 പേർ സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 452 പേരുടെ സമ്പർക്കരോടം വ്യക്തമല്ല. 97 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. ജില്ലയിൽ ബുധനാഴ്ച 931 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 10.4% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജില്ലയിൽ ബുധനാഴ്ച 931 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗബാധ സ്ഥിരീകരിച്ചതിൽ കൂടുതൽ പേരും നേരത്തെ രോഗമുണ്ടായവരുമായി നേരിട്ട് സമ്പർക്കമുണ്ടായവരാണ്. 918 പേർക്കാണ് ഇത്തരത്തിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. 10.4% ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 1153 പേർ ബുധനാഴ്ച മാത്രം കോവിഡ് മുക്തരായി. 40,230 പേരാണ് ജില്ലയിൽ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. രോഗബാധ സ്ഥിരീകരിച്ചതിൽ 8 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 5 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. താനൂർ നഗരസഭ ഫസ്റ്റ് ഡോസ് സമ്പൂർണ്ണ കോവിഡ് വാക്സിനേഷൻ പ്രഖ്യാപിച്ചു. നഗരസഭ ഹാളിൽ നടന്ന ചടങ്ങിൽ സമ്പൂർണ്ണ വാക്സിനേഷൻ പ്രഖ്യാപനവും ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിനേഷൻ വിതരണ ഉദ്ഘാടനവും നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ നിർവഹിച്ചു. താനൂർ നഗരസഭ ഫസ്റ്റ് ഡോസ് സമ്പൂർണ്ണ കോവിഡ് വാക്സിനേഷൻ പ്രഖ്യാപിച്ചു. നഗരസഭ ഹാളിൽ നടന്ന ചടങ്ങിൽ സമ്പൂർണ്ണ വാക്സിനേഷൻ പ്രഖ്യാപനവും ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിനേഷൻ വിതരണ ഉദ്ഘാടനവും നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ നിർവഹിച്ചു. ഒന്നാം ഡോസ് എന്ന നിലയിൽ 100% പൂർത്തീകരിച്ചതായി ഇതിനായി പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ ന്യൂമോണിയ ബാധിച്ചാണ് കൊറോണ വന്നിട്ട് ധാരാളം ആളുകൾ മരിച്ചതിന്റെ പ്രധാന കാരണം ന്യൂമോണിയ വന്നിട്ടുള്ളതാണ്. ന്യൂമോണിയ വരുമ്പോൾ ലെൻസിൽ കഫത്തിന്റെ ആധിക്യം കൊണ്ട് ശ്വാസം എടുക്കാൻ തടസ്സമായ ലെൻസ് ചുരുങ്ങി അങ്ങനെയാണ് ഇതിന്റെ മരണം സംഭവിക്കുന്നത്. ആശുപത്രിയുമായി ഇതിന് ചർച്ച ചെയ്യപ്പെടാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളാരും ഈ ഭീകരാവസ്ഥ കാണുന്നില്ല എന്നതാണ് ഈ രോഗത്തിന്റെ ഗൗരവത്തെ നിസ്സാരമായി കാണുന്നത്. നമ്മളാരും കാണില്ല. കൊറോണ ബാധിച്ച് മരിക്കുന്നവരെ, കൊറോണ ബാധിച്ച് നമ്മുടെ പ്രയാസങ്ങളെ കുറിച്ച് നമ്മളാരും കാണുന്നില്ല, അറിയുന്നില്ല. അതൊക്കെ പറച്ചിൽ മാത്രം. ഇതിന് നേരിട്ട് അനുഭവിക്കുന്ന ഒരു ആരോഗ്യ പ്രവർത്തകർ മാത്രമാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP അലി അക്ബർ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹാഷിം, വൈസ് ചെയർപേഴ്സൺ CK സുബൈദ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CKM ബഷീർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരൂർ MTPS ITAയിൽ ഉന്നത വിജയം നേടിയ ട്രെയിനികളെ ആദരിക്കൽ ചടങ്ങും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. പ്രിൻസിപ്പൽ അബ്ദുൽ സലാം മച്ചിങ്ങൽ ഉദ്ഘാടനം നിർവഹിച്ചു. തിരൂർ MTPS ITAയിൽ ഉന്നത വിജയം നേടിയ ട്രെയിനികളെ ആദരിക്കൽ ചടങ്ങും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. പ്രിൻസിപ്പൽ അബ്ദുൽ സലാം മച്ചിങ്ങൽ ഉദ്ഘാടനം നിർവഹിച്ചു. സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമുക്കറിയാം
ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെടി നടുന്നതിനേക്കാൾ അപ്പുറത്ത് ആ ചെടിയിൽ ഒരു വിളവുണ്ടായി, ഒരു ഫലവൃക്ഷമുണ്ടായി, അല്ലെങ്കിൽ ഒരു ഫലമുണ്ടായി, ആ ഫലം പറിച്ചെടുത്ത് നമ്മൾ കഴിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം എന്നതിന് പറയാനുള്ള കാരണം, ഇവിടെ പഠിച്ച് ഏതൊക്കെ രീതിയിൽ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചാണ് അവർ പഠിച്ചതെങ്കിലും വളരെ പ്രയാസപ്പെട്ടാണ് അവർ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്തത്. ഈ കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി, അങ്ങനെ തന്നെ പറയുന്നത്. എന്നാൽ പോലും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് അത് പുഷ്പിച്ച് ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് അവരിവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അതിലും വലിയൊരു സന്തോഷം നമുക്കുണ്ടാവാൻ ഇടയില്ല. ഇൻസ്ട്രക്ടർ നസീന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഓഫീസ് സൂപ്രണ്ട് അസീസ് KT അധ്യക്ഷനായിരുന്നു. MDPS ഓഫീസിലെ അബൂബക്കർ അൻസാരി, വൈസ് പ്രിൻസിപ്പൽ ഇസ്മായിൽ, ഗ്രൂപ്പ് ഇൻസ്പെക്ടർമാരായ പ്രദീപ്, സ്വപ്ന, ഇൻസ്ട്രക്ടർമാരായ രാജേഷ്, കമറുദ്ദീൻ, അജിത, ഹരിദാസൻ, സുഹൈൽ, ഷിജ, സക്കീർ, സിമി തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കുകയും സർട്ടിഫിക്കറ്റുകൾ വിതരണം നടത്തുകയും ചെയ്തു. ചടങ്ങ് സീനിയർ ഇൻസ്ട്രക്ടർ പ്രോഗ്രാം കൺവീനറായ ഷിയാദ് നന്ദി അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊതുക് വളർത്തു കേന്ദ്രമായി തിരൂർ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു ബ്ലോക്ക് കെട്ടിടത്തിന് പിന്നിലായി മലിനജലം കെട്ടിക്കിടന്ന വലിയ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്നു. തിരൂരിൽ അപകടമുണ്ടാക്കിയ കാറിൽ കണ്ടെത്തിയത് 15 ലക്ഷം രൂപയുടെ മാരക മയക്കുമരുന്ന്. MDMA അടക്കം അതിമാരക മയക്കുമരുന്നുമായി കാസർഗോഡ് സ്വദേശി അൻസാർ അറസ്റ്റിൽ. കാടാമ്പുഴയിൽ പൂർണ്ണ ഗർഭിണിയെ കഴുത്ത് ഞെരിച്ചു കൊന്ന പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം. ജീവപര്യന്തത്തിന് പുറമെ 15 വർഷം തടവും 2,75,000 രൂപ പിഴയടക്കാനും കോടതി വിധിച്ചു. +1 രണ്ടാം ഘട്ട അലോട്ട്മെന്റിലും ഫുൾ A+കാർക്ക് സീറ്റില്ല. മുഴുവൻ A+കാരും മിക്കതും പുറത്തു തന്നെ. മെറിറ്റ് വിഭാഗത്തിൽ അവശേഷിക്കുന്ന 655 സീറ്റുകൾ. കേരളത്തിൽ ആശങ്കയുടെ കോവിഡ് കണക്കുകൾ കുറഞ്ഞു വരുന്നു. 12,616 പേർക്ക് രോഗബാധ. മലപ്പുറം ജില്ലയിൽ 931 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.